പെരിങ്കള്ളിയാട്ടത്തിന് മുന്നോടിയായുള്ള നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം. ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ കൊയ്തെടുത്ത നെൽക്കറ്റകൾ ക്ഷേത്രസ്ഥാനികന്മാർ ഏറ്റുവാങ്ങി. മാർച്ച് 5-ന് തുടങ്ങുന്ന പെരിങ്കള്ളിയാട്ട മഹോത്സവം 8 ദിവസം നീളും. തൃക്കരിപ്പൂർ വയലിൽ നടന്ന കൊയ്ത്തുത്സവം 25 വർഷങ്ങൾക്ക് ശേഷം രാമവില്യം കഴകത്തിൽ മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആരവമുണർത്തി. കൊയ്തെടുക്കുന്ന നെല്ല് പെരുങ്കളിയാട്ട കലവറയിലെത്തിച്ച് ക്ഷേത്ര ചടങ്ങുകൾക്കും അന്നദാനത്തിനുമായി ഉപയോഗിക്കും. ഭക്തജന കൂട്ടായ്മയിൽ ജൈവകൃഷി സബ് കമ്മിറ്റി നവംബർ മാസത്തിൽ തുടങ്ങിയ നെൽകൃഷിയാണ് ആരവങ്ങളോടെ കൊയ്തെടുത്തത്. നാടൻ നെല്ലിനമായ ചിറ്റേനിയാണ് പെരുങ്കളിയാട്ടത്തിനായി വിളയിച്ചത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനൊരു കളിയാട്ടം ജാതി മതത്തിന്റെ അല്ലാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന തരത്തിൽ അതിൽ കൃഷിക്കൊരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം വേണം, അതിന് നല്ല കൃഷി വേണം, നല്ല എൻവയറമെൻറ്റ് വേണം, നല്ല മനുഷ്യ സമാധാനം വേണം. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വലിയ പ്രസംഗമില്ലാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം. അതുകൊണ്ടാണ് ഇത് പ്രശംസനീയമാണ് എന്ന് പറയുന്നത്. നെല്ല് കൊയ്യാനും മെതിക്കാനുമായി കമ്പൈൻ ഹാർവെസ്റ്റ് മെഷീനും വയലിൽ എത്തിച്ചിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ 10 ഹെക്ടറിലായി വിവിധ ഇനം പച്ചക്കറി കൃഷികളും ചെയ്തു വരുന്നു. മാർച്ച് 5 മുതൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ 10 ലക്ഷത്തോളം പേർക്ക് അന്നദാനമൊരുക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്.